നമസ്തേ, വെൽക്കം ബാക്ക് ടു ഹിന്ദി ലേണിംഗ് ക്ലാസ്. ഡിയർ സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹിന്ദി ചിഹ്നങ്ങൾ വെച്ച് എങ്ങനെ എഴുതാമെന്ന് വ്യക്തമായി പഠിച്ചു കഴിഞ്ഞല്ലോ. എന്ത് ഈസി ആയിരുന്നു അല്ലേ? ഇനി നമുക്ക് ഈ ക്ലാസ്സിൽ ചാർട്ട് പേപ്പറിൽ ഹിന്ദി ചിഹ്നങ്ങളെ കട്ട് ചെയ്തിട്ട് വളരെ രസകരമായ രീതിയിൽ ചിഹ്നങ്ങൾ എങ്ങനെ എഴുതാമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് ആദ്യം ക എന്ന അക്ഷരത്തിൽ ചിഹ്നങ്ങൾ പ്രയോഗിച്ച് നോക്കാം. ദാ ഹിന്ദിയിൽ ക എന്ന് ഇങ്ങനെ എഴുതും. ഹിന്ദി പൂർണ്ണമാവണമെങ്കിൽ ദാ അക്ഷരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു ലൈൻ വേണം. ഇപ്പോൾ ക. ഇനി നമുക്ക് അടുത്തത് ക എന്നാണ് എഴുതാനുള്ളത്. ക എന്നെഴുതാൻ ആദ്യം ക എഴുതിയിട്ട് ദാ കായുടെ വലതുവശത്തൊരു സ്റ്റാൻഡിങ് ലൈൻ, എന്നിട്ട് മുകളിൽ ഇങ്ങനെ ലൈൻ കൊടുക്കുക. കാ. റെഡി ആയില്ലേ? ഇനി നമുക്ക് കി എഴുതാനിതാ ആദ്യം ക എഴുതുക, ശേഷം ഇടതുവശത്തേക്ക് ഇതാ ഇങ്ങനൊരു ലൈൻ വരക്കുക. എന്നിട്ട് മുകളിലെ ലൈൻ. ദാ എന്ത് ഭംഗിയല്ലേ കാണാൻ. കി. ഇനി നമുക്ക് കീ എന്നെഴുതാം. ആദ്യം ക, എന്നിട്ട് ഇതാ കായുടെ വലതുവശത്തേക്ക് ഇതാ ഇങ്ങനെ ലൈൻ ഇടാം. ശേഷം മുകളിലെ ലൈൻ. ഇതാ കണ്ടോ, ഇപ്പോൾ കീ എന്നായി. ഇനി നെക്സ്റ്റ് കു. കു എഴുതാൻ ആദ്യം ക എന്നെഴുതിയിട്ട് അടിയിൽ ഇങ്ങനെ ഒരു കർവ്, എന്നിട്ട് മുകളിലെ ലൈൻ. കു. അപ്പോൾ കക്ക, കിക്കി, കു. ഇനി കൂ. ദാ കൂ എന്നെഴുതാൻ ദാ താഴെ ഇങ്ങനെ വരക്കുക. ദാ കണ്ടില്ലേ, ഇപ്പോൾ കൂ എന്നായി. ഇനി കിർ. കക്ക, കിക്കി, കുക്കു, കിർ. കിർ എന്നതാ കായുടെ താഴെ ഇങ്ങനെ ഒരു ചിഹ്നം. ഇപ്പോൾ കിർ എന്നായി. ഇനി കെ. കെ എന്നെഴുതാൻ കായുടെ മുകൾ വശത്ത് ഒരു ചരിഞ്ഞ ലൈൻ. ദാ കണ്ടില്ലേ, കെ. ഇപ്പോൾ കെ എന്ന് വായിക്കും. ഹിന്ദിയിൽ കെ എന്നും ഇങ്ങനെയാണ് എഴുതുക. ഇനി നെക്സ്റ്റ് കൈ. കൈ എന്നെഴുതാൻ ക എഴുതിയിട്ട് ദാ മുകളിൽ ഇങ്ങനെ രണ്ട് ലൈന്. ഇവിടെ ഒരു ലൈനല്ലേ നമ്മൾ കൊടുത്തത്. ഇനി ഇതാ ഇവിടെ ഇങ്ങനെ ചരിഞ്ഞ രണ്ട് ലൈന്. ഇപ്പോൾ കൈ എന്നായി. ഇനി കോ. പിന്നെ ഇതാ ഇവിടെ ഒരു ലൈന് കാ. ശേഷം മുകളിലെ ലൈന്. എന്നിട്ട് ഇതാ മുകളിൽ ഇങ്ങനെ ചരിഞ്ഞ ഒരു ലൈന്. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ കോ. കോ എന്നും കോ എന്നും ഇങ്ങനെ തന്നെയാണ് ഹിന്ദിയിൽ എഴുതുക. ഇനി കൗ. കൗ എന്ന് ഇതാ മുകളിൽ രണ്ട് ലൈൻ കൊടുത്താൽ കൗ എന്നാകും. ഇപ്പോൾ കൗ എന്ന് വായിക്കും. ഇനി നമുക്ക് എഴുതാനുള്ളത് കം, ക എന്ന രണ്ടക്ഷരങ്ങളാണ്. ആദ്യം നമുക്ക് കം എന്നെഴുതാം. കം എന്നെഴുതാൻ ആദ്യം ക എഴുതുക, ശേഷം മുകളിലെ ലൈന്,
എന്നിട്ട് ഇതാ മുകളിൽ ഇങ്ങനെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കം എന്ന് വായിക്കും. ഇനി നെക്സ്റ്റ് കഹ. കഹ എന്ന് എഴുതാൻ കാ എഴുതിയിട്ട് കായുടെ വലതുവശത്ത് ദാ ഇങ്ങനെ 2 ഡോട്ട്. ഇപ്പോൾ കഹ എന്ന് വായിക്കും. ചിഹ്നങ്ങളെക്കുറിച്ചുള്ള വിശദമായൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കാണാത്തവർ പോയി കാണണേ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.